ഞാൻ ക്രിക്കറ്റിനെ കുറിച്ചും ബാറ്റിനെ കുറിച്ചും പറഞ്ഞപ്പോഴാണിത് ഓർത്തത്. ഇനി അല്പം പഞ്ചസാരയുടെ കാര്യം പറയാം. പഞ്ചസാര ഉണ്ടാക്കുന്നത് കരിമ്പിൽ നിന്നാണെന്ന് നമുക്കറിയാം. പക്ഷേ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ആ അറിവ് ചെറുതായി ഒന്ന് തിരുത്തുകയാണ്. ഇനി മുതൽ തെങ്ങിൽ നിന്നും പഞ്ചസാര ഉണ്ടാക്കാമെന്നാണ് അവർ പറയുന്നത്. വെറും പറച്ചിൽ മാത്രമല്ല, നല്ല അസൽ മധുരമുള്ള പഞ്ചസാര വിപണിയിൽ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ. നിത്യോപയോഗ സാധനങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരിനമാണ് പഞ്ചസാര. പഞ്ചസാര ഉണ്ടാക്കുക കരിമ്പിൽ നിന്നാണെന്ന പ്രാഥമിക ബോധ്യം നമ്മൾക്കെല്ലാവർക്കുമുണ്ട്. അത് കുഞ്ഞുങ്ങൾ തൊട്ട് തന്നെ പഠിക്കുന്നതാണ്. പക്ഷേ ഇനി മുതൽ കരിമ്പിൽ നിന്നല്ലാതെ പഞ്ചസാര ഉണ്ടാക്കാമെന്നാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ പറയുന്നത്. അവരിപ്പോൾ തേങ്ങയിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് തേങ്ങയിൽ നിന്നുണ്ടാക്കിയ പഞ്ചസാരയാണ്. അതെ. ചേച്ചി കുറച്ച് തന്നെ ഞാൻ മധുരം ഉണ്ടോ നോക്കാം. അടിപൊളി, നല്ല പഞ്ചസാരയാണ്. സാധാരണ പഞ്ചസാരയെക്കാട്ടിലും രുചിയുണ്ടല്ലേ? നീര കുറുക്കിയെടുക്കുന്നതാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം കുറേയൊക്കെ നമ്മുടെ ശരീരത്തിന്, അതുപോലെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ 90% നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഷുഗർ പേഷ്യൻസിന് ഉപയോഗിക്കാം? തീർച്ചയായിട്ടും 90% ഷുഗർ പേഷ്യൻ്റ് ഉപയോഗിക്കാം. ഇതിന്റെ ഗുണം ആയിട്ട് ആന്റി ഓക്സിഡൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? നമ്മുടെ ഇതിൽ ആന്റി ഓക്സിഡൻസിന്റെ പ്രോപ്പർട്ടീസ് നീരൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇത് അത്യാവശ്യം വേണ്ട കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ് പോലെയുള്ള മൂലകങ്ങളും കൂടെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇത് സാധാരണ പഞ്ചസാരയെ അപേക്ഷിച്ച് കുറേ ഗുണങ്ങളുണ്ട്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അതുകൊണ്ട് ഷുഗർ പേഷ്യന് കൺട്രോൾ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. നാളികേരത്തിൽ ഇപ്പോൾ ബൈ പ്രോഡക്ട്സിന് ഭയങ്കര ചാൻസ് ആണ്. എന്നാൽ മാത്രമേ നമ്മുടെ നാളികേര വിപണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീര പോലെയുള്ള കോക്കനട്ട് ചിപ്സ്, കോക്കനട്ട് ഷുഗർ ഇതുപോലെയുള്ള ബൈ പ്രോഡക്ട്സ് ഉണ്ടായാലേ കർഷകന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഐഡിയ, അതിൽ നിന്ന് ഷുഗർ ഉണ്ടാക്കാന്നുള്ള ഐഡിയ നിങ്ങളുടെ ആരുടെയെങ്കിലും ആയിരിക്കുമല്ലോ? CPCRAയിലെ ഡയറക്ടറാണ് ഇത് ഉൽപ്പാദിപ്പിക്കാൻ ആദ്യമായിട്ട് ശ്രമിച്ചത്, ഡോക്ടർ ബാലചന്ദ്ര ഹെബ്ബാർ. വലിയ പ്രോസസ്സാണോ? ഒരുപാട് ചിലവൊക്കെ വരുന്ന പ്രോസസ്സാണോ? ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നീരയാണ്. അതിന് കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ കുറുക്കിയെടുക്കുന്നതാണ് ഷുഗർ. നീരയുടെ അവൈലബിലിറ്റിയാണ് ഒരു മെയിൻ ഇഷ്യൂ വരുന്നത്. ഏതായാലും വെറൈറ്റി ആയൊരു ഐറ്റമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്. അങ്ങനെ തേങ്ങാ പഞ്ചസാരയും കൊണ്ട് നമ്മുടെ സാനിയോ ഇങ്ങ വന്നു കഴിഞ്ഞു. സാനിയോ അവിടെ കടുവയെ പിടിക്കാനായിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ നേരത്തെ പോയി കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്.